വിശേഷം ലൈവ് ഒന്നല്ല ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. വർക്കിലാണല്ലേ? ഗംഭീര വർക്കിലാണ്, ബിഗ് ബഡ്ജറ്റ്, വലിയ വർക്കാ. വിഷ്ണു നിങ്ങളെ സ്വന്തമാണല്ലേ? വിഷ്ണു കൊച്ചിക്കാരൻ നിങ്ങളെ സ്വന്തമാണല്ലേ? വേറെ വിഷ്ണു കൊച്ചിക്കാരൻ നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളല്ലേ? എങ്ങനെയുണ്ട് ആള്? ഡീസൻ്റാണ്. വേറെന്താ ഉള്ളത്? ഡെയിലി പ്രാർത്ഥിക്കാറുണ്ടാ? വേറെ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അടുത്ത മാസം ഷൂട്ടുണ്ട്. അത് 1.5 ലക്ഷം രൂപ വർക്കാം, വലിയ വർക്കാം. ചിലപ്പോൾ 5 ലക്ഷം രൂപ വരാം. കാരണം അതൊരു 2 മണിക്കൂർ സിനിമയാണ്, OTT മൂവിയാണ്. കാരണം നമ്മൾ നിങ്ങൾ സിനിമ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികളുണ്ട്, എന്താ പറയുക, ആൾക്കാർ. അപ്പോൾ അവര് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിരിവിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു 5 ലക്ഷത്തിൽ താഴെ പൈസ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ആ പൈസ ഉപയോഗിച്ച് ഒരു സിനിമ പിടിക്കാം, അത് യൂട്യൂബിൽ റിലീസ് ചെയ്യാം. നല്ല പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് ബുദ്ധിയില്ലെന്ന് തോന്നും, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം മതി, അങ്ങനെയൊക്കെ കയറി വന്നാൽ മതി. അല്ലാതെ എപ്പോഴും ഡയറക്ടർമാർ ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്, നിങ്ങളൊരു വർക്ക് കാണിക്കും. ഏതൊരു പടത്തിന്റെ ഒരു ഇതിൽ കണ്ടിരുന്നേ വർക്ക് കാണിക്കുക, എന്നിട്ട് നമുക്ക് ചാൻസ് തരാൻ ഒരു സിനിമക്കുള്ളിലെ സിനിമയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യും, ഷോർട്ട് ഫിലിം ചെയ്യും, ഒരു വെബ് സിനിമ ചെയ്യും, 1 മണിക്കൂർ മൂവി 2 മണിക്കൂർ മൂവി ചെയ്യും, യൂട്യൂബിൽ ചെയ്യും. നമ്മളിപ്പോ ഷോർട്ട് ഫിലിം ചെയ്യുന്നു, ഇപ്പോൾ 2 മണിക്കൂർ മൂവി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നല്ല പ്ലാനിങ് കൂടെയാണ് പോകുന്നത്. നമ്മളെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നുപോയതല്ല, പലതും ചില കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ആർക്കും സന്തോഷമാക്കി പറഞ്ഞതെല്ലാം പ്ലാൻ ചെയ്യുന്നതല്ല. ഞാൻ റിവ്യൂ കഴിഞ്ഞു, അത് വൈറലാകുന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അല്ലാണ്ട് അവര് ഓൺലൈൻ വഴി അത് അപ്ലോഡ് ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, മനസ്സിലാക്കി തരിക, കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ നടന്മാരും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജയ് ഫോർട്ട്, ഷൈലോൺ ചാക്കി, കൃഷ്ണനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ഒരു കലാകാരന്റെ പലരും കാണുന്നുണ്ട്. അപ്പൊ പലരും ഇപ്പൊ ന്യൂസ് ടീച്ചർ സീരിയല് റിലീസ് ചെയ്ത ശേഷം അവര് നടൻ എന്നാണ് വിളിക്കുന്നത്. എന്റെ കൂടെ ഒരു വർഷം വിളിച്ചിട്ട് ഞാൻ അവനെ കൂടി ആഡ് ചെയ്യാൻ പറ്റും. കാര്യം ഞങ്ങൾ ഒരുമിച്ച് എന്താ ഒറ്റക്ക് പണി പറ്റി വന്ന ആൾക്കാരാണ്. കാരണം ഞങ്ങൾക്ക് സീരിയൽ പറഞ്ഞപ്പോൾ ഞാൻ ഇതിനൊക്കെ ഇവിടെ ബാബിന്റെ വർക്കിന് വന്നപ്പോൾ ഞാൻ ഇവനൊക്കെ വിളിച്ച് കയറ്റി. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവർക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എന്റെ എനിക്കെന്ത് വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അവനെ കൂടി ആഡ് ചെയ്യും. ചാൻസ് ചോദിക്കണ്ട, കാരണം ഞാൻ എല്ലാവർക്കും മാത്രം ചാൻസ് കൊടുക്കുള്ളൂ, വേറെ ആർക്കും ഞാൻ ചാൻസ് കൊടുക്കില്ല. മറ്റുള്ളത് ഈഗോ ഇരിക്കുള്ളൂ, കാര്യമില്ല. അപ്പൊ അതായത് ഓക്കെ ഓക്കെ.